ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മുഗളായി ചിക്കൻ ഹണ്ടി എന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് 30 മിനിറ്റ് മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും മാരിനേഷൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. കളർ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷമേ ഇട്ട് അരയ്ക്കാവൂ കേട്ടോ. അരച്ച് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം മാറി വരണം. അതോടൊപ്പം അതിൻ്റെ പച്ചമണവും ഒന്ന് മാറണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ കണ്ടൻ്റെല്ലാം മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും അരപ്പുമായിട്ട് നല്ലവണ്ണം യോജിക്കത്തക്ക രീതിയിൽ ചേർത്തിളക്കാം. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്തിളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറട്ടെ. മസാലകളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 12 കാഷ്യൂ നട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി നല്ലവണ്ണം ചിക്കനിലേക്ക് യോജിച്ച് വരട്ടെ.
നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിളക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അരപ്പെല്ലാം വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതിനെയാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത്. അതിനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. എല്ലാം നന്നായി വെന്ത് പാകത്തിന് എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മുടെ മുഗളായി ചിക്കൻ ഹണ്ടി റെഡിയായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. മുഗളായി ചിക്കൻ ഹണ്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.